നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു മീൻ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയച്ചിട്ടുണ്ട് ഇത് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിലൂടെയാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് മീനാണെന്നൊന്നും അറിയില്ല. അപ്പോൾ പുള്ളി എനിക്ക് മുമ്പും ഒരു മീനെ തന്നിട്ടുണ്ട്. അത് ഏഞ്ചൽ ഫിഷ് ആയിരുന്നു. അപ്പോൾ ആ ഏഞ്ചൽ ഫിഷാണ് നമ്മുടെ ചാനലിൽ കിടക്കുന്ന ഏഞ്ചൽ ഫിഷ് ബ്രീഡിങ്ങിൻ്റെ വീഡിയോസിലൊക്കെ കിടക്കുന്ന ആ ഒരു പ്ലാറ്റിനം വെയിറ്റ് പുള്ളി തന്ന ഏഞ്ചൽ ഫിഷാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ എനിക്കൊരു മീൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നറിയില്ല. എന്തായാലും പോയി നോക്കണം, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി നോക്കണം. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് മേടിച്ചിട്ട് വരാം. അത് മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ ബോക്സ് മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ പോയിട്ട് തന്നെ തൃശ്ശൂർ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്ററിനുള്ളിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ പറ്റി. പിന്നെ അവിടെ പോയിട്ട് അധികം ചുറ്റിലൊന്നും ഉണ്ടായില്ല. ട്രെയിൻ വന്ന് കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് എത്തിയത്. അപ്പോഴേക്കും അവരെല്ലാവരും യൂണിയൻകാരെല്ലാവരും ബോക്സൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ പോയി അവരോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ ഇതൊരു സ്ലിപ്പ് എടുത്ത് തന്നു. ആ സ്ലിപ്പ് എടുത്തിട്ട് നേരെ ഓഫീസിൽ കൊടുത്തു. ഓഫീസിൽ കൊടുത്തപ്പോൾ എൻ്റെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി ചോദിച്ചു. അപ്പോൾ നേരെ അതെടുത്ത് കൊടുത്തു. അപ്പോൾ പരിപാടി കഴിഞ്ഞു. പിന്നെ യൂണിയൻകാർക്ക് ഒരു സന്തോഷത്തിന് ഒരു 50 രൂപ കൊടുത്തു. സാധനം മേടിച്ച് പോരുകയാണ് ചെയ്തത്. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാധനം മേടിച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. വലിയ 2 കവറിലായിരുന്നു ഫിഷ് ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. 3 ഏഞ്ചൽ ഫിഷ് ആയിരുന്നു. 3 ഏഞ്ചൽ ഫിഷാണ് ഈ കവറിൽ ഉണ്ടായിരുന്നത്. അതായത് ഒരു കവറിൽ 2 എണ്ണം, ഒരു കവറിൽ 1 എണ്ണം വെച്ചിട്ട് 3 ഏഞ്ചൽ ഫിഷ് ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഏഞ്ചൽ ഫിഷാണ്. ചെറിയ കുട്ടികളോ ഒരു മീഡിയം സൈസ് ഒന്നല്ല, നല്ലൊരു അഡൾട്ട് സൈസായിട്ടുള്ള നല്ല വലിപ്പമുള്ള ഏഞ്ചൽ ഫിഷുകളായതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഇത്രയും വലിയ കവറിൽ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിയ കവറാണ്. പിന്നെ പുള്ളിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറും ഒരു സബ്സ്ക്രൈബർ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ തുടക്കം തൊട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഫിനാൻഷ്യലി കുറേ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അവർ ഇതുപോലെ ഫിഷ് തന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അവർ നമ്മുടെ മീനുകളിങ്ങനെ നമ്മുടെ കയ്യിൽ കെട്ടിക്കിടക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പുള്ളിക്കാരൻ തന്നെയാണ്. പല സമയങ്ങളിലും എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഫിഷിനെ ബൾക്കായിട്ട് മേടിച്ചിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ആൾ തന്നെയാണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടാണ് വന്നത് നമ്മുടെ അടുത്തേക്ക്. പിന്നെ നമ്മളൊരു വലിയൊരു ആളായി മാറി, നമ്മുടെ ഒരു വലിയൊരു ഫ്രണ്ടായി മാറി. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പോൾ 3 ഫിഷ് ആണ് അയച്ചു തന്നിട്ടുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല 3 ഫിഷ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇതിലൊരു പെയർ ഉണ്ട്, പിന്നെ ഒരു സിംഗിൾ ഉണ്ട്. അപ്പോൾ ആ സിംഗിളിനെ ഞാൻ ഇവിടുന്ന് എന്തായാലും മാറ്റും. ആ പെയറിനെ ഞാൻ എന്തായാലും ഇതിലിട്ടിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. പിന്നെ ഈ ടാങ്ക് നിങ്ങൾ പലർക്കും കണ്ടുപരിചയം ഉണ്ടാവും. നമ്മൾ ടൈൽസ് കൊണ്ട് ഉണ്ടാക്കിയ ടാങ്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു 1.5 കൊല്ലമായി തോന്നുന്നുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമൊന്നും കണ്ടിട്ടില്ല, ലീക്ക് വന്നിട്ടില്ല, പൊട്ടിയിട്ടില്ല, ഒരു പ്രശ്നവും ഈ ടാങ്കിനില്ല. അപ്പോൾ ഈ ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. വേണമെങ്കിൽ ഒന്ന് താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ്, നല്ല അടിപൊളി ഫിഷ് തന്നെയാണ്. ഇനി ഇവർ ബ്രീഡ് ആവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് വന്നാലും ചിലപ്പോൾ പെട്ടെന്ന് ബ്രീഡായിന്നൊന്നും വരില്ല, ചിലപ്പോൾ ബ്രീഡായിന്നും വരില്ല, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ബ്രീഡായി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ വരും. പിന്നെ താഴെയും വേറെ ഫിഷുകൾ കിടക്കുന്നുണ്ട്, വേറെയും പെയറാക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സ്ഥലം സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. ഇനി എന്തായാലും കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഇനിയിപ്പോൾ ഇഷ്ടംപോലെ ഫിഷുകളായിട്ടുണ്ട്, ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവർക്കുള്ള ടാങ്ക് സൗകര്യങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോസൊക്കെ അത് ചെയ്യാം. അപ്പോൾ ഫിഷിനെല്ലാവരെയും കണ്ടില്ലേ. അപ്പോൾ നല്ല അടിപൊളി ഫിഷിനെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു മീനും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ അതിനെ കൂടി ഞാൻ നോക്കുന്നുണ്ട്. അതിന് കിട്ടുകയാണെങ്കിൽ ആ ഒരു മീനും കൂടി ഒരു പെയറാക്കാം. പിന്നെ ടാങ്കിൻ്റെ എണ്ണമൊക്കെ കൂട്ടേണ്ടതായിട്ടുണ്ട്. ഇനി കുട്ടികളൊക്കെ ഇനി ഒരുപാട് ഉണ്ടാകാൻ പോവാണ്. നമ്മുടെ ബെറ്റ ഫിഷ് ബ്രീഡിംഗ് ഒക്കെ 3 ബ്രീഡിങ് കഴിഞ്ഞ് അവരൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ആ കുട്ടികളുടെ സ്ഥലം വേണം. അതുപോലെ ഇനിയിപ്പോൾ ഈ ഏഞ്ചൽ ഫിഷുകൾ ഇറങ്ങുമ്പോൾ അതിനുള്ള സ്ഥലം വേണം. പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള ഏഞ്ചൽ ഫിഷ് ഉണ്ട്, താനെ പെയറായി കിട്ടിയിട്ടുള്ള ഒരു ഏഞ്ചൽ ഫിഷ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഏഞ്ചൽ ഫിഷ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോസായിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.